ഇപ്പൊ ഭൂമി അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളും എല്ലാം പറയുന്നുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് പറയും? തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും. കാരണം സൂര്യൻ അവസാനിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി സൂര്യന്റെ വലിപ്പം വർദ്ധിക്കും. വർദ്ധിച്ച് അത് ഭൂമിയുടെ അതിന്റെ ഭ്രമണപഥത്തിന്റെ അത്രയും വലുതാവും. അതിനും അപ്പുറം കടന്നു താപനില കൂടും. അപ്പൊ ഭൂമി സൂര്യന്റെ ഉള്ളിലാവും. അപ്പോ ആ സമയത്ത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളൊന്നും ഇല്ലാതാവും. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ ഈ സൂറത്ത്, അതായത് സൂറത്ത് റഹ്മാനെ ഞാൻ വിശദീകരിച്ച സന്ദർഭത്തിൽ അതിന്റെ 5-ാമത്തെ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, ഈ സൂര്യനും ചന്ദ്രനെല്ലാം ഹുസ്ബാൻ എന്നുള്ള പദത്തെ നമ്മൾ നേരത്തെ വിശദീകരിക്കേണ്ടത് അതെല്ലാം നശിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ നമുക്കറിയാം സൂര്യൻ എന്നുള്ളത് ഞാൻ അവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ഉണർത്തുകയാണ്. സൂര്യൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള ഇന്ധനം അവസാനം തീരും, അത് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അത് നശിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ആ ഇന്ധനം തീരുന്ന സന്ദർഭത്തിൽ സൂര്യൻ നശിക്കുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നക്ഷത്രങ്ങളുടെ നാശം എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി നക്ഷത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതേ രൂപത്തിൽ സൂര്യനും ഇതേ രൂപത്തിലുള്ള ഒരു നക്ഷത്രമാണ്. ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ നശിക്കുന്നത് പോലെ സൂര്യനും ഒരു കാലത്ത് നശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മൾ